ഒലീവിയ 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 ഒലീവിയ. നീ എന്താണ് ഒലീവിയ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്, ഒരു ഓൺലൈൻ ഷോപ്പാണ് ഒലീവിയ ഡിസൈൻസ്. അപ്പോൾ അവരിൽ നിന്ന് എനിക്കും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ ജോബ് ഓഫർ കണ്ടിട്ട് ഞാനും കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് അപ്ലൈ ചെയ്യേണ്ടായി. അവർ ആഡ് പറയുന്നത് 25,000 to 40,000 ആണ് അവരുടെ സാലറി. അതുപോലെ തന്നെ 11 o'clock to 5 o'clock ആണ് അവരുടെ വർക്കിംഗ് ടൈം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതൊരാളും എന്തായിരിക്കും അവിടെ സംഭവം, ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്യുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഫുള്ള് കാണുന്നത്. അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കായാലും ഇതുപോലൊരു ഓഫീസ് കിട്ടണം എന്നുള്ളതൊരു ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ട് 25,000 രൂപ സാലറി, 3 മണിക്കൂർ ജോലി, ബാക്കി സമയങ്ങളിൽ നമുക്ക് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ട് വൈബ് ലൈഫ്, പിന്നെ താമസവും ഭക്ഷണവും അതും ഫ്രീ. വേറെ എന്ത് വേണോ അല്ലേ? 2 ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയ എവിടെ എടുത്ത് നോക്കിയാലും കാണുന്നത് ഒലീവിയ 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 ഒലീവിയ. നീ എന്താണ് ഒലീവിയ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു. നീ ഒലീവിയ എന്താണെന്ന് എടുത്തു നോക്കിയ സമയത്ത് ആദ്യം കണ്ട വീഡിയോ അതിതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 വർഷക്കാലം വേൾഡ് വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത്. അതിനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും. മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു 3 വർഷക്കാലം ഈ ഒരു ഓൺലൈനിനു വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. 8,000-ഉം 10,000-ഉം സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നതെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ മൊത്തം കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, അതായത് വെറും 8,000 10,000 ജോലി വാങ്ങി ഭയങ്കര ജോലി സ്ട്രെസ്സോടുകൂടി വർക്ക് ചെയ്ത ഒരു പറ്റം പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒലിവിയയുടെ മാനേജ്മെൻറ്റ് അവർ ഒരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങുകയാണ്. അവിടേക്ക് 25,000 രൂപ മുതൽ 40,000 രൂപ വരെ സാലറി കൊടുത്ത് ദിവസം വെറും 3 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ബാക്കി സമയങ്ങൾക്ക് നിങ്ങൾ റീൽസ് ചെയ്യുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് അവർ തന്നിട്ടുണ്ട്, നിങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം അവർ തരും. നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ടൊരു 3 മണിക്കൂർ വെറുതെ ഒന്ന് പണിത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അവരെ ഏറ്റെടുത്തോളൂ. നിങ്ങളുടെ ഭക്ഷണവും ചിലവും താമസവും സാലറിയും, അതും ഹൈ സാലറി കേട്ടോ. അതായത് ഒരു നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് പോലും കിട്ടാത്ത സാലറി അവർ തരും. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ കാണാൻ ഭംഗി വേണം, കളറ് വേണം, നീളം വേണം, തടി പാടില്ല. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ജോലി തരും. ഇതാണ് അവരുടെ വീഡിയോയിൽ പറഞ്ഞത്. അവരൊട്ടും ഇത് എന്താ പറയുക, ഇതിലുള്ള ലാഭവും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് കുറേ പെൺകുട്ടികളെ സഹായിക്കണം, അത്രയേ ഉള്ളൂ. ഞാനും വിചാരിച്ചു പാവപ്പെട്ട ഏതോ ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഒരു രീതിയിലുള്ള ലാഭം എടുക്കാത്ത ഏതോ പാവപ്പെട്ട മാനേജ്മെൻറ്റ് എന്നാണ് വിചാരിച്ച്. അങ്ങനെ ഞാൻ വീണ്ടും സ്ക്രോൾ ചെയ്ത് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ അടുത്ത റീല് കണ്ടു അവരുടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഒലീവിയ ഡിസൈൻസ് എന്ന ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിന് നേരിടേണ്ടി വരുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞാൻ ഇന്ന് 11 മണിക്ക് വീഡിയോയുമായി വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് അലർജി പ്രോബ്ലം ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയങ്ങളിൽ തുമ്മൽ വന്നത് അസൗകര്യപ്പെടുന്നതിനാൽ ഞാനൊന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം ഇന്ന് തന്നെ, അതായത് ജൂലൈ 3-ാം തീയതി തന്നെ വൈകിട്ട് 3 മണിക്ക് എൻ്റെ ഒഫീഷ്യൽ പേജുകളിൽ യൂട്യൂബിൽ എൻ്റെ റിപ്ലൈയുമായിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് പേര് കൂട്ടമായി നിന്നുകൊണ്ട് പെയ്ഡ് പ്രൊമോഷനിൽ കൂടെ യാതൊരു രീതിയിലും വ്യൂസ് പോലും ഇല്ലാത്ത ചാനലുകൾ ഒലീവിയ എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിച്ച് നിങ്ങൾ മാക്സിമം വ്യൂസിനെ കൂട്ടി നിങ്ങൾക്ക് കണ്ടന്റായി നിങ്ങൾക്ക് നല്ലൊരു റവന്യൂ കിട്ടി. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ കഷ്ടപ്പെട്ട്
പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇവരുടെ വീടൊക്കെ കണ്ടില്ലേ, വളരെ ദുരിത, ഓലമേഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത്. വീടിൻ്റെ മുറ്റത്ത് ആകെ 2-3 കാളവണ്ടികളേ ഉള്ളൂ. ഒരു ലെക്സസ് കാളവണ്ടി, ഒരു ജാഗ്വറിൻ്റെ കാളവണ്ടി, പിന്നെ ഒരു ടാറ്റയുടെ ഒരു കാളവണ്ടി. ഇത്രയും കാളവണ്ടികൾ മാത്രം വെച്ചിട്ട് വളരെ ഓലമേഞ്ഞ ഒരു 3 നില വീടാണ് ഈ പാവപ്പെട്ട ഒലിവിയ മാനേജ്മെൻറ്റിൻ്റെ വീട്. അവിടെ തന്നെയാണ് അവരുടെ ഓഫീസും. എന്താണെങ്കിലും ഒരു കാര്യം പറയട്ടെ, 25,000 രൂപ മുതൽ 40,000 വരെ സാലറി, അതിൻ്റെ കൂടെ വെറും 3 മണിക്കൂർ ജോലി, ബാക്കി സമയങ്ങൾക്ക് നിങ്ങൾ റീൽസ് ചെയ്ത് ജീവിച്ചോ, ഭക്ഷണം ഞങ്ങൾ തരും, താമസം ഞങ്ങൾ തരും. എൻ്റെ പൊന്നുമക്കളെ, വേൾഡിലെ ടോപ്പസ്റ്റ് കമ്പനികളായിട്ടുള്ള മൈക്രോസോഫ്റ്റോ ഗൂഗിളോ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എടുക്കുക, ഇഷ്ടം പോലെ ഉണ്ടല്ലോ കമ്പനികൾ. ഹൈ സാലറി തന്നിട്ട് ഈ കമ്പനികൾ പോലും നിങ്ങളോട് പറയില്ല നിങ്ങൾ 3 മണിക്കൂർ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ഒരു കമ്പനിയും പറയാൻ പോകുന്നില്ല. പിന്നെ ഇവർ സാധനങ്ങൾ വിൽക്കുന്നതേ കുറവിലാണ്. ആ വില കുറവിൽ ഇവർ സാധനങ്ങൾ വിറ്റ് ഇത്രയും സാലറി നിങ്ങൾക്ക് അങ്ങോട്ട് തന്ന് നിങ്ങളെ സുഖിപ്പിക്കാൻ ഇവർ അംബാനിയോ അദാനിയോ ഒന്നും അല്ലല്ലോ അല്ലേ. അതായത് വെറും ഒരു ഇ കൊമേഴ്സ് അല്ല, അതായത് ഈ ഓൺലൈൻ ത്രൂ ഗാർമെൻറ്റ്സ് വിൽക്കുന്ന ഒരു കമ്പനിയാണ്. നല്ല ആസ്തിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ കുറേ കാലമായില്ല അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത കേട്ടിട്ട് അവർ പറഞ്ഞ ഈ കമ്പനി, അവർ പറഞ്ഞ പരസ്യം കേട്ടിട്ട് അവിടെ പോയി ജോലി ചെയ്ത് നിങ്ങളെ പറഞ്ഞാൽ പോരെ. അവിടെ പോയി ജോലി ചെയ്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ 2 ഓൺലൈൻ മീഡിയയിൽ വന്ന് ഇതുപോലെ വാർത്ത കൊടുത്ത് എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ കേസ് കൊടുത്തൂടെ? ശരിയാ, പിന്നെ അവർ കുറേ കാശും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്കെതിരെ ആര് പറഞ്ഞു? ഇത്രയും 3 വർഷം കൊണ്ട് അവിടെ ജോലി ചെയ്തിട്ടുള്ള പകുതിയിലധികം ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസ് അതൊക്കെ നൈസായിട്ട് അതവർ നോക്കുക തന്നെ ചെയ്യും. ഇനി അവർ എത്ര എന്തായാലും അദാനിയോ അബാനിയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കേരള പോലീസ് ചെയ്യും. അതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെ അതിൽ നിന്ന് വന്ന 1-2 ആൾക്കാർ ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അതുമാത്രമല്ല, അവിടെ ജാതി വ്യവസ്ഥ വെച്ചിട്ട് വരെയാണ് ജോലിക്ക് ആൾക്കാർ എടുക്കുന്നത്. മുസ്ലിങ്ങളെ എടുക്കില്ല, ക്രിസ്ത്യാനികളാണ് ഏറ്റവും തോന്നെ എടുക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഹിന്ദുക്കൾക്ക് നെക്സ്റ്റ് ചാൻസ്, അത് കഴിഞ്ഞിട്ടേ മുസ്ലിങ്ങൾ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇത്രയും ഡിമാൻഡ്സ് വെച്ചിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നു സാലറി കമ്മീഷൻ ബേസ് ആണ്, നിങ്ങൾ വിൽക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടും, ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ ഞങ്ങൾ തരുള്ളൂ, അതും കാശ് കൊടുക്കണം, താമസിക്കാനുള്ള ചെറിയ സൗകര്യം ഞങ്ങൾ ഒരുക്കി തരും. ഇതൊക്കെ ഉണ്ടായിട്ടും പിന്നെ അവിടെ പോയി ജോലി ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും. പല ആൾക്കാരും കഷ്ടപ്പാട് കൊണ്ടാട്ടോ. അവർ പല സ്വപ്നങ്ങളോടുകൂടി അവിടെ പോയി ജോലിക്ക് ചെന്ന് പെട്ടുപോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരായിരിക്കും ചിലപ്പം ഇങ്ങനെ ന്യൂസൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഈ സ്കാമുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളെ വെച്ച് അവർ കാശുണ്ടാക്കും, അത്രയേ ഉള്ളൂ. അവർ പലതും പറയും, പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, മല മറയ്ക്കാനാ തിരിക്കാനാ മറയ്ക്കാനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളെ വെച്ച് അവർ കാശുണ്ടാക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ഇതിലൊക്കെ ചാടാണ്ടിരിക്കാൻ നോക്കുക എന്നല്ലാണ്ട് ഇനി നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. പോയവർക്ക് പോയി, ഇനിയിപ്പോൾ അവർ തന്നെ പറയുന്നത് അവരത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ അൽത്താഫ് ബ്രോൻ്റെ അൽത്താഫ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ഇതിലൊക്കെ അവർ 1-2 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അവർ പറയുന്നുണ്ട്, അവരുടെ പറച്ചിൽ അവർ തിരിച്ചും മറച്ചും പച്ച കള്ള പറയുന്നതെന്ന് അവരുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കയ്യിൽ പെടാണ്ടിരിക്കാൻ നോക്കുക, അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. പെട്ട് ഇനി എല്ലാവരെങ്കിലും പെടാണ്ടിരിക്കുക. അല്ലാണ്ട് നമ്മളിത് എത്ര ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത് വെറും ഒരു സ്കാം മാത്രമേ, ഇങ്ങനത്തെ ഒരു 100 കണക്കിൽ സ്കാം ഉണ്ട്. ജോബ് വേക്കൻസീസിൻ്റെ സ്കാം, ഈ പണമിടപാടിൻ്റെ ബാങ്ക് ത്രൂ ഉള്ള പല കാര്യങ്ങളും, പല ക്രെഡിറ്റും അതും ഇതുമായിട്ട് ഒരുപാട് സ്കാം ഉണ്ട്. അതിലൊരു സ്കാം മാത്രമായിട്ട് ഇത് കണ്ടാൽ മതി. അവർ കാശുണ്ടാക്കി 3 നില വീടും അതിൽ ഓഫീസും, വീടിൻ്റെ മുറ്റത്ത് ജാഗ്വറും ലെക്സസും ടാറ്റയും എല്ലാം ഉണ്ട്. എന്നിട്ട് അവർ പറയുന്നതോ ഞങ്ങൾക്ക് വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ ഏത് പൊട്ടനും മനസ്സിലാവും ഇത് സഹായിക്കാനാണോ സ്വയം അങ്ങ് ഉണ്ടാക്കാനാണോ എന്നുള്ളത്. അപ്പം നമ്മൾ മലയാളികളല്ലേ, പ്രബുദ്ധ, അതായത് സാക്ഷരത അങ്ങ് മൂത്ത് നിൽക്കുന്ന മലയാളികളല്ലേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊന്നും. ചിന്തിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല.